വിവോയുടെ വിവോ Y20t എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 15,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y20t എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ Y20tയിൽ 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം 15,500 രൂപ പ്രൈസ് റേഞ്ചൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുൾ HD റെസൊല്യൂഷൻ. എന്നാൽ ഈ ഒരു ഫോണിൽ ആ ഒരു കാര്യം വരുന്നില്ല. പിന്നെ ഇപ്പം 15,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു ടൈമിലും ഈ ഫോണിൽ HD റെസൊല്യൂഷനെ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പഞ്ചോൾ ഡിസ്പ്ലേ ആണ്. എന്നാൽ ഈ ഫോണിൽ അതും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഓൾറെഡി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫുൾ HD റെസൊല്യൂഷനും കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേയും കൊടുത്തിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറെങ്കിലും കൊടുക്കായിരുന്നു. അതും ഇവിടെ കൊടുക്കാതെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല ഈ ഒരു ഫോണിൽ വരുന്നത്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.41 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 15,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് പറയുമ്പോഴും പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിവോ Y20t എന്ന ഫോൺ ഒരു ഓഫ്ലൈൻ ഫോണാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഫോൺസ് കൺസിഡർ ചെയ്യാതെ വെറും ഓഫ്ലൈൻ ഫോൺസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സർ. പക്ഷേ ഓൺലൈൻ ഫോൺസും കൂടി കൺസിഡർ ചെയ്യുമ്പം ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഫോണിൽ 6 GB റാം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 64 GB ഇൻറ്റേർണലാണ് ഈ ഫോണിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മെമ്മറി 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റ്റെൻഡഡ് റാം 2.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 1 GB റാം നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം പിക്ചർ ഇൻ പിക്ചർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൾട്രാ ഗെയിം മോഡ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4D ഗെയിം വൈബ്രേഷൻ എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 5.0 എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ലാൻ ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 MP f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. 15,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ക്യാമറയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. എന്നാൽ ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 MP f1.8 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് Type C ചാർജിംഗ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള വിവോ Y20 എന്ന ഫോണിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിലും വരുന്നത്. കാര്യമായിട്ടുള്ള മാറ്റം വരുന്നത് പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണ്. വിവോ Y20 എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അത് മാറ്റിയിട്ട് ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സർ ആക്കിയിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു അപ്ഗ്രേഡ് ആണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 15,490 രൂപയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,500 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ Y20t എന്ന ഫോണിൽ അത്രയും മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്പ്ലേയിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല, പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നില്ല, അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും നമുക്ക് കിട്ടുന്നില്ല.
അതുപോലെ തന്നെ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഓഫ്ലൈൻ ഫോൺസ് മാത്രം കൺസിഡർ ചെയ്യുമ്പം തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വിവോ Y20t എന്ന ഫോൺ അത്രയും മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.